പടർന്ന്. അതിനുവേണ്ടി ഞാൻ എടുത്തത് ചക്ക വരട്ടി വെച്ചത്. ചക്ക പഴുത്ത് കിട്ടുന്ന സമയത്ത് ചക്കച്ചുള നല്ല വൃത്തി ഞവണിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ച് വേവിച്ച് വെച്ചത്. വെള്ളം നെയ്യും ശർക്കരയും കൂടി വേവിച്ച് വെച്ചത്. പിന്നെ 3-ാം പാല്, 2-ാം പാല്, 1-ാം പാല് അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. 1-ാം പാല് 1 കപ്പ് ഉണ്ട്, 2-ാം പാല് 1 കപ്പ് എടുക്കാം, 3-ാം പാല് എടുത്ത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇത് 1.5 നാളികേരത്തിൻ്റെ പാലാണ്. പിന്നെ നാളികേരക്കൊത്ത് വറുത്തിടാൻ വേണ്ടി ചക്കപ്രഥമനിൽ നാളികേരക്കൊത്ത് ഒന്ന് വറുത്തിടാം. നാളികേരക്കൊത്ത്, ചുക്കുപൊടി 1 സ്പൂൺ, ജീരകപ്പൊടി 1/2 സ്പൂൺ, ആവശ്യത്തിന് നെയ്യ്, 1/2 കിലോ വെള്ളം ഇങ്ങനെ ഉരുക്കി വെച്ചത്. ആദ്യം നമുക്ക് ഒരു ഉരുളി അടുത്ത് വെച്ച് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ചക്ക വരട്ടിയിലായ കാരണം ആദ്യം തന്നെ നെയ്യ് ചേർത്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അടിയെ പിടിക്കും. 1/2 കിലോ ചക്ക വരട്ടിയത് ചേർക്കാം. അതിലേക്ക് നമ്മൾ ശർക്കര പാനി കുറച്ചീശെ ചേർക്കാം. പിന്നെ 3-ാം പാല്, കുറച്ച് ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ ശർക്കര ഉരുക്കി വെച്ചതാണ് നല്ല ഗ്രൈൻഡ്. ഏത് കാലത്തും എടുക്കാൻ വേണ്ടി ചക്ക അടക്കി ഉണ്ണിയപ്പത്തിനൊക്കെ എടുക്കാൻ വേണ്ടി വരട്ടി വെച്ചിരുന്നു. അത് അതിനൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കുറച്ചീശെ പാൽ ചേർക്കാൻ മതി. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉള്ളിൽ തന്നെ മെല്ലെ അത് കാരണം കുറച്ചീശെ പാൽ ചേർത്തിട്ട് വേണം നമുക്ക് ഇളക്കാൻ. ചൂടാവുമ്പോൾ അഴിഞ്ഞു വരും. അപ്പോൾ യോജിച്ച് നല്ലോണം ഇളക്കി നിൽക്കണം. എല്ലാം നേരം ഇളക്കി നിൽക്കും വേണം. ഇത് നല്ല ചക്ക വരട്ടിയതും നാളികേരപ്പാലും ശർക്കര പാനും തമ്മിൽ യോജിച്ചു പോകും. ഇതൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി ചേർക്കാം. കുറച്ചീശെ ചേർത്ത് യോജിപ്പിക്കാം. അതിനുശേഷം 3-ാം പാലും ചേർത്ത് എല്ലാതും വരട്ടിയതും ഒന്ന് അരിഞ്ഞ് ചേർക്കണം. ഇങ്ങനെ ഇളക്കി നിൽക്കണം. നല്ല ഫ്രഷ് ചക്ക കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രഷ് ചക്ക നല്ല വൃത്തിയാക്കി ഇങ്ങനെ നാളികേരപ്പാലും ചേർത്ത് ഇളക്കി ഉണ്ടാക്കാം. ഇതിപ്പോൾ മുന്നേ ചക്ക കിട്ടാത്ത കാലത്തും ഉപയോഗിക്കാൻ വേണ്ടി വരട്ടി വെച്ചിട്ടുള്ളതാണ്. കരികളൊന്നും ഇല്ലാതെ ഇളക്കി നിൽക്കണം. ചക്കയിൽ നമ്മൾ 1/2 കിലോ വെള്ളം ഉരുക്കിയത് 3-ാം പാലും ചേർത്ത് വരട്ടിയിട്ട് നമ്മൾ ഇളക്കി ചേർക്കും. ഇനി നമ്മൾ 2-ാം പാല് ചേർക്കാം. 2 കപ്പ് നിറവ് 2-ാം പാൽ ഇളക്കി നിൽക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളുപ്പ് പായസം എന്തായാലും കുറച്ച് ഉപ്പ് പാകത്തിന് ചേർക്കാം. അപ്പോൾ അതിൻ്റെ മധുരം നിൽക്കും. നല്ലോണം ഇളക്കി ഒന്ന് കുരുങ്ങി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർക്കാം. നമുക്ക് വേറൊരു പാൻ അപ്പുറത്ത് വെച്ച് നെയ്യ് എടുക്കാൻ പറ്റും. നെയ്യ് ഒഴിച്ച് പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ നാളികേരക്കൊത്ത് ഇടാം. ഇത് തള വരുമ്പോൾ പൊടിച്ച് വെച്ച ജീരകം 1/4 സ്പൂൺ, നല്ലൊരു ജീരകത്തിൻ്റെ പൊടി നല്ല സ്മെല്ല് കൊടുക്കും. പിന്നെ ചുക്കിൻ്റെ പൊടി അത് 1 സ്പൂൺ. ചുക്കുപൊടി ചക്കപ്രഥമനിൽ നല്ലോണം ചേർക്കണം. ഒന്ന് ഇളക്കി എല്ലാവർക്കും യോജിപ്പിക്കും. എല്ലാ ഭാഗത്തും യോജിപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഇതിപ്പോൾ നെയ്യ് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ കൊത്ത് ഇതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് അത് നമുക്ക് ഇളക്കി നിൽക്കുന്നത് മുരിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. നാളികേരക്കൊത്ത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറക്കണം.
രണ്ടാം പാല് ചേർത്ത് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഇതിനെ തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു തള വരുമ്പോൾ നിർത്തണം. ചക്ക വരട്ടിയിട്ട് വെന്ത കാരണം അത് ഓൾറെഡി ചക്ക വെന്തിട്ടുണ്ട്. തള വരുന്നതോടുകൂടി തന്നെ ഇത് ഓക്കെയാണ്. ഇടയ്ക്ക് ഒന്ന് നാളെടുത്ത് ഇറക്കി കൊടുക്കണം. തള വന്നിട്ട് നമുക്ക് പ്രഥമൻ ഓഫ് ചെയ്യാം. എന്നിട്ട് വറുത്ത് വെച്ച നാളികേരം അതിലേക്ക് ചേർക്കാം. നെയ്യോട് കൂടി തന്നെ ചേർക്കാം. ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഈ നിറമാകുമ്പോൾ നമുക്ക് കോരിയിടാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പായസത്തിലേക്ക് ചേർക്കാം. നമ്മുടെ ചക്ക പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പാടാം. നല്ല രുചിയുള്ള ഒരു പായസമാണ്. ചക്ക വരട്ടി വെച്ചത് ഇട്ട് വെച്ചാൽ ഏത് കാലത്തും നമുക്ക് തയ്യാറാക്കാം. ചക്കയുള്ള കാലത്തില്ലാത്ത കാലത്തൊക്കെ ഉപയോഗിക്കും. ഓണസദ്യയിൽ സ്പെഷ്യലാണ്. വിഷുവിനും ഒക്കെ ചക്കപ്രഥമൻ സ്പെഷ്യൽ പായസമാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.